നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. റഫയ്ക്ക് നേരെയുള്ള ആക്രമണത്തിൽ നിന്ന് പിറകോട്ടില്ലെന്ന ഇസ്രയേൽ നേതൃത്വം വീണ്ടും ആവർത്തിക്കുകയാണ്. ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് ഹമാസ് മുന്നോട്ട് വെച്ച ഉപാധികൾ ഇസ്രയേൽ തള്ളിയെന്നാണ്. ഇത്തരത്തിലാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. പാരീസ് കൈറോ ചർച്ചകൾക്ക് പിന്നാലെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ദോഹയിൽ തുടരുന്ന വെടിനിർത്തൽ കരാർ ചർച്ചയും പൂർണ്ണ പരാജയത്തിലേക്കെന്നാണ് സൂചന. ഹമാസ് മുന്നോട്ട് വെച്ച പ്രധാന ഉപാധികളൊന്നും സ്വീകാര്യമല്ലെന്ന് ഇസ്രയേൽ മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചതായി ഔദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. ആക്രമണം പൂർണ്ണമായി നിർത്തുക, സൈന്യം ഗസ വിടുക, പുറന്തള്ളിയ പലസ്തീനികൾക്ക് തിരിച്ചുവരാൻ അനുമതി നൽകുക എന്നിവയായിരുന്നു ഹമാസ് മുന്നോട്ട് വെച്ച പ്രധാന ഉപാധികൾ. ഇതിൽ ആദ്യത്തെ രണ്ടും തള്ളുന്നതായും പലസ്തീനികളുടെ തിരിച്ചുവരവ് ഉപാധികളുടെ പുറത്ത് മാത്രമായിരിക്കും എന്നുമാണ് ഇസ്രയേൽ മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചത്. ആക്രമണം നിർത്തി ഗാസ വിടാൻ ഒരുക്കമല്ലെന്നും ഉപാധികളുടെ പുറത്തല്ലാതെ വടക്കൻ ഗാസയിലേക്ക് ജനങ്ങളുടെ തിരിച്ചുവരവ് അനുവദിക്കില്ലെന്നും മധ്യസ്ഥ രാജ്യങ്ങളെ ഇസ്രയേൽ അറിയിച്ചതായാണ് റിപ്പോർട്ട്. അതിനിടെ ഗാസ സിറ്റിയിൽ ഭക്ഷണത്തിന് കാത്തിരുന്ന ആയിരങ്ങൾക്ക് നേരെ ഇസ്രയേൽ സേന നടത്തിയ ആക്രമണത്തിൽ ഇന്നലെ 19 പേർ കൊല്ലപ്പെടുകയും 70-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഭക്ഷണവും മരുന്നും ലഭിക്കാതെ ബന്ദികളിൽ ഒരാൾ മരണപ്പെട്ടതായി അൽ ഖസാം ബ്രിഗേഡ് വക്താവ് അബു ഉബൈദ അറിയിച്ചു. 34 വയസ്സുള്ള യവ്ജൻ ബുജ്താഫ് ആണ് മരണപ്പെട്ടത്. സഹായം നിഷേധിക്കുന്നതിലൂടെ പലസ്തീനികൾ മാത്രമല്ല ബന്ദികളും മരണപ്പെടുമെന്ന് തങ്ങൾ നേരത്തെ നൽകിയ മുന്നറിയിപ്പ് യാഥാർത്ഥ്യമായി മാറുകയാണെന്നും അൽ ഖസാം ബ്രിഗേഡ് വക്താവ് പറഞ്ഞു. ഗാസയിൽ സ്ഥിതിഗതികൾ അത്യന്തം സങ്കീർണമായിരിക്കെ അടിയന്തര വെടിനിർത്തൽ ഒട്ടും വൈകരുതെന്ന് ലോകരാജ്യങ്ങളോട് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടു. ഗാസയെ പിന്തുണയ്ക്കാനും മധ്യസ്ഥ ശ്രമങ്ങൾക്കുമായി ഈജിപ്തിലെത്തിയതായിരുന്നു UN സെക്രട്ടറി ജനറൽ. ഗാസയിലേക്ക് തടസ്സം കൂടാതെ സഹായം എത്തിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ വലിയ മാനുഷിക ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നും UN സെക്രട്ടറി ജനറൽ മുന്നറിയിപ്പ് നൽകി. അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ 6.5 മാസത്തിനിടെ 6ാമത്തെ പശ്ചിമേഷ്യൻ സന്ദർശനവും കഴിഞ്ഞ് മടങ്ങി. റഫേലെ ആക്രമണ പദ്ധതി ഉപേക്ഷിക്കണമെന്ന അഭ്യർത്ഥന ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തള്ളിയതോടെ ഒരു ഫലവും ഉണ്ടാക്കാനാകാതെയാണ് ബ്ലിങ്കന്റെ മടക്കം. യുദ്ധം തുടങ്ങിയ ശേഷം ബ്ലിങ്കന്റെ 6ാമത്തെ ഇസ്രയേൽ സന്ദർശനമായിരുന്നു ഇത്. അതേസമയം ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിന്റെ അമേരിക്കൻ പര്യടനം ഇന്ന് ആരംഭിക്കും. കൂടുതൽ സൈനിക സഹായം തേടാനാണ് ഗാലന്റിന്റെ US പര്യടനം. റഫയ്ക്ക് നേരെ കരയാക്രമണം കൂടാതെ ഹമാസിനെ അമർച്ച ചെയ്യാനുള്ള വഴികൾ നിർദ്ദേശിക്കാമെന്ന് US നേതൃത്വം ഇസ്രയേലിന് ഉറപ്പു നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.